അപ്പോൾ ഇന്നത്തെ സിനിമയാണ് സുഭദ്രം സ്റ്റാറിംഗ് അതുകൊണ്ട് എനിക്ക് സീരിയസ്ലി തോന്നുന്നുണ്ട് എനിക്കിത് ആരാന്നറിയാമെന്ന്. നമുക്കറിയാവുന്ന ആരെങ്കിലും ഈ സിനിമയിലുണ്ടോ? And we're back. അപ്പോൾ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറായ കുറച്ച് സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫൊർഗോട്ടൻ മലയാളം മൂവി സീസൺ 2 കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചു. ദേവന്റെ കോമഡി ഒക്കെ സൂപ്പർ ആയിരുന്നു, ശങ്കർ സാറിന്റെ ജോക്സ് ഒക്കെ അടിപൊളി, കൈലാഷിന്റെ ജോക്സ് സൂപ്പർ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ റിയാസ് ഖാനെ മറന്നോ? നമുക്ക് തോന്നുന്നു മലയാളത്തിലെ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആക്ടേഴ്സിൽ ഒരാളാണ് റിയാസ് ഖാൻ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് റിയാസ് ഖാൻ ഓർ ദ മോർ ഖാൻ. അവിടെ മോർ സീരിയസ് നോട്ട്, നമ്മൾ ഫൊർഗോട്ടൻ മലയാളം മൂവി സീസൺ 3 ജൂലൈ മിഡിൽ ആരംഭിക്കാനിരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അപ്പൂപ്പൻ്റെ ഭയങ്കര നിർബന്ധം, നേരത്തെ തുടങ്ങാം. അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇത്ര നിർബന്ധം. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു അപ്പൂപ്പൻ്റെ ഒരു ഫ്രണ്ട് അഭിനയിച്ച് സിനിമ ഇട്ടിട്ടുണ്ട്, സുഭദ്രം. അപ്പം നമ്മൾ ആക്ച്വലി വിശ്വസിച്ചാണ് അപ്പൂപ്പൻ സിനിമയിലൊക്കെ കുറച്ച് പിടിപാടുള്ള ആളാണ്. അപ്പൂപ്പൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ചെറിയ റോൾ ചെയ്ത് കാണും. അപ്പം നമ്മളെല്ലാം കൂടി ഇരുന്നു. ഒരു 35-40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂപ്പൻ കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ്, അപ്പൂപ്പൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എത്തി, AR എത്തി എന്ന്. അപ്പം നമ്മൾ ആക്ച്വലി വിശ്വസിച്ചു. ഒരു സെക്കൻഡ് നമ്മൾ വിചാരിച്ചു ഇനി AR റഹ്മാൻ്റെ ക്യാമിയോ വല്ലതും ഉണ്ടായിരിക്കുന്നു. പക്ഷെ എത്തി AR രാമചന്ദ്രൻ. അതൊരു മിറാക്കിളാണെന്ന് ധരിക്കുന്നവരുണ്ട്. ഒരാളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാനും ഒരു AR അനന്തരാവൻ. നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ഫ്ലാഷ് ബാക്ക്. സുഭദ്രയും ഊളയും കോളേജ് സ്റ്റുഡൻസ് ആണ്. സുഭദ്രയ്ക്ക് ഊള റാഗ് ചെയ്യുന്ന കണ്ടിട്ട് പേടിയായില്ല, കാരണം ഊള സംസാരിക്കുന്നത് എങ്ങനെ. ഒരു ദിവസം ദേഷ്യവാദ ഊള സുഭദ്ര പിടിച്ചൊരു മുറി കൊണ്ടുപോകും റാഗ് ചെയ്യാൻ. എന്നിട്ട് ഊള ചൂടാവും. പക്ഷെ സുഭദ്രയ്ക്ക് വീണ്ടും പട്ടിയല്ലേ. പോയി നിന്റെ പെങ്ങളോട് ചോദിക്കണം. മലയാളത്തിൽ റാഗ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഊള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കും. അയ്യോ തമ്പുരാട്ടി ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ തന്നെ വിളിച്ചു വരുത്തിക്കോളാം. എങ്ങനെയാണാവോ വിളിക്കേണ്ടത്? അയ്യോ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. ഇങ്ങനെ വിളിച്ചാ മതിയോ? ഇനി ഹിന്ദിയിൽ വിളിക്കാം. മുझे बचाओ, मुझे बचाओ, मुझे बचाओ. ഇനി ഇംഗ്ലീഷിൽ വിളിച്ചു നോക്കാം. Help me, help me. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഊളയും ഊളയുടെ ഫ്രണ്ട്സും കൂടെ സുഭദ്രനെ മൊളസ്റ്റ് ചെയ്തു. പക്ഷെ കേസൊന്നും ആയില്ല, അവർ രക്ഷപ്പെട്ടു. കേസ് ആവാതെ അവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഫസ്റ്റ് ആളാണ് താര. ആൻഡ് മറ്റേ ആളാണ് മറ്റേയാളുടെ പേരെന്തായിരുന്നു? അഡ്വക്കേറ്റ് ജെനിഫർ ലോപ്പസ്. ജെനിഫർ ലോപ്പസ് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജെനിഫർ ലോപ്പസ്. ഓക്കെ. ഇതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഊളയുടെ അച്ഛനായ രാജൻ പി ദേവ് സുഭദ്രയെ തട്ടിക്കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലും. ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഇനി നമുക്ക് അടുത്ത മെയിൻ സെഗ്മെന്റിലേക്ക് പോകാം. സ്റ്റോറി. 6 വർഷങ്ങൾ കഴിഞ്ഞു. ഊളയും താരയും മനുവും ഐശ്വര്യയുമാണ് ഫ്രണ്ട്സ്. അവരുടെ ഒരു കൂൾ ഫ്രണ്ട് ഗ്യാങ് ആണ്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഡോക്യുമെന്ററി. ഇനി ഇവിടെ തൊട്ട് ഇടപെട വിളിയൊന്നുമില്ല കേട്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിയർ ഫ്രണ്ട്സ്. ഇവർ 4 പേരും കൂടെ പ്രേതങ്ങളെ പറ്റി ഒരു ഡോക്യുമെന്ററി പിടിക്കാൻ ഇറങ്ങിയേക്കാണ്. പ്രേതങ്ങളെ പറ്റി അന്വേഷിച്ച് ഇവർ പ്രതിമകളുള്ള ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് ഒരു പ്രേതബാധയുള്ള ഒരു പ്രതിമയെ ഇവർ വാങ്ങിക്കും. ഈ പ്രതിമയെ വാങ്ങിച്ച മനു ഈ പ്രതിമ അവന്റെ ഫ്രണ്ട് ഡോറിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അതാകുമ്പോൾ ആരെങ്കിലും വാതിൽ തുറന്ന് ഇങ്ങനെ വന്ന പ്രതിമയിൽ ഇടിച്ച് താഴെ വീഴും. പ്രതിമ എടുത്ത് വീട്ടിൽ വെച്ച ഉടനെ ആ പ്രതിമയിൽ നിന്ന് സുഭദ്രയുടെ ആത്മാവ് പുറത്തിറങ്ങും. എന്നിട്ട് സുഭദ്രയുടെ ആത്മാവും മനുവും കൂടെ വിദേശ രാജ്യങ്ങളായ ചെന്നൈ, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഡാൻസ് കളിക്കും. എന്തൊരു ബോർ CG നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്നു. സുഭദ്രയുടെ ആത്മാവ് പുറത്തിറങ്ങിയോടെ തന്നെ അത് റിവെഞ്ച് എടുക്കാൻ തുടങ്ങും. അത് ഫസ്റ്റ് കൊല്ലുന്നത് രാജൻ പി ദേവിനെയാണ്, ഹു ഡൈസ് ഇൻ ദിസ് amazing fashion.
അടുത്തത് അത് കൊല്ലുന്നത് ജെനിഫർ ലോപ്പസിനെയാണ്, ഹു ഡൈസ് ഇൻ ദിസ് ഈവൻ മോർ അമേസിംഗ് ഫാഷൻ. ഇവരൊക്കെ മരിക്കുന്നത് കൊണ്ട് തന്നെ താരയും ഊളയൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരൊരു തെറപ്പിസ്റ്റിനെ പോയി കാണും. ആൻഡ് തെറപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്നതാണ് ജനകോടികളുടെ വിശ്വസ്ത നടൻ. ആൻഡ് അറ്റ്ലസിനെ പറ്റി പറയുകയാണെങ്കിൽ നടന വിസ്മയം. ഞാനും താങ്കളും ഇപ്പോൾ നിൽക്കുന്നത് സുഭദ്ര എന്ന് പറയുന്ന താങ്കളുടെ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കേണ്ട ആ കുട്ടിയുടെ തറവാട്ടിന് മുന്നിലാണ്. സാധാരണ അഭിനയിക്കാൻ അറിയാത്തവർ അഭിനയിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് തെറ്റും, അല്ലെങ്കിൽ ഡയലോഗ്സ് ചെറുതായിട്ട് മാറിപ്പോകും. അറ്റ്ലസിന് അങ്ങനെയൊന്നുമല്ല, ഡയലോഗിന്റെ പിച്ചൊക്കെ തെറ്റും. താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ കാരണം തകർന്നുപോയ സ്നേഹവും സന്തോഷവും തുളുമ്പി നിന്ന സ്നേഹവും സന്തോഷവും തുളുമ്പി നിന്ന അറ്റ്ലസ് ഒരു മഹാബോധ തെറപ്പിസ്റ്റ് ആണ്. പ്രസന്റിംഗ് ടു യു ദ വേൾഡ്സ് വേഴ്സ്റ്റ് തെറപ്പിസ്റ്റ്. അപ്പൊ സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ അറ്റ്ലസിനെ കാണാൻ താര പോകും. എന്നിട്ട് താര അറ്റ്ലസിന്റെ അടുത്ത് പറയും എന്തോ പ്രേതങ്ങളെയൊക്കെ കാണുന്നു, പേടിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അറ്റ്ലസ് താരയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസ് ആണ്, എല്ലാ ഭയങ്ങളും സംശയങ്ങളും ഒക്കെ ഒഴിവാക്കി ശാന്തമായ മനസ്സുമായി ഉറങ്ങണം. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ. എടോ, മണിക്കൂറിന് 1000 രൂപ തന്ന് തന്റെ അടുത്ത് വരുന്നത് ഈ കൊണച്ച ഡയലോഗ് അടിക്കാനല്ലേ. എല്ലാ ഭയങ്ങളും സംശയങ്ങളും ഒക്കെ ഒഴിവാക്കി ശാന്തമായ മനസ്സുമായി ഉറങ്ങണം. എനിവേസ്, ഈ മൽഗുനേഷിന്റെ ഉപദേശം കേട്ട താര പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിച്ച് സ്കൂട്ടറിൽ കയറി ഹാപ്പി ആയിട്ട് പോകും. പക്ഷെ അപ്പോഴത്തേക്ക് സുഭദ്രയുടെ പ്രേതം താരയുടെ ബാക്ക് സീറ്റ് വന്നിരുന്ന് സ്കൂട്ടർ കുലുക്കി താര കൊല്ലും. താര മരിച്ച വിഷമത്തിൽ ഐശ്വര്യയും അറ്റ്ലസിനെ കാണാൻ ചെല്ലും. എന്നിട്ട് ഐശ്വര്യ അറ്റ്ലസിന്റെ അടുത്ത് പറയും താര വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, താര മരിച്ചുകൊണ്ട് ഭയങ്കര ദുഃഖമാണ്. താര മരിച്ചതോടെ എനിക്ക് വല്ലാതെ പേടി തോന്നുക. അപ്പൊ അറ്റ്ലസ് എത്തുന്ന കൺക്ലൂഷൻ ആണ്, നീയും താരയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. That's all. Have you heard about telepathy? നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. മറവ്. റിയാസ് ഖാൻ ഈ സിനിമയിലുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. Have a drink. Take it easy. സംഭവം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ റിയാസ് ഖാനും ഫ്രണ്ട്സും കൂടെ ഒരു വലിയ ബംഗ്ലാവ് ഇരുന്ന് വെള്ളം അടിച്ച് പാർട്ടി ചെയ്യായിരുന്നു. പക്ഷെ അതിൽ ഏതോ 2 പേര് രാത്രി അഴിച്ച് ഓഫായി വാള് വെച്ചിട്ട് കഴുകാതെ സ്കൂട്ടായി. നല്ല നാറ്റമുണ്ട്. റിയാസ് ഖാൻ ആ വാൾ എവിടെയെന്ന് കണ്ടുപിടിക്കണം. 2 വാളുകളുണ്ടായിരുന്നു, 2 മിസ്സിംഗ്. ഈ കേസിലെ ഇമ്പോർട്ടന്റ് എവിഡൻസ് ആണ് ആ വാളുകൾ. ഒരു പക്ഷേ അലക്ഷ്യമായ വാളുകൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാം. നമ്മളത് കണ്ടെത്തിയേ പറ്റൂ. മറ്റെവിടെയെങ്കിലും ആവാം വാളുകൾ ഡിസ്പോസ് ചെയ്തത്. അത് കണ്ടുപിടിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാവിൽ 68 മുറിയുണ്ട്. ഇതിൽ ഏത് മുറിയിലെ അവന്മാർ പോയി വാള് വെച്ചാന്ന് റിയാസ് ഖാൻ ഇറങ്ങിയൂടാ. അതുകൊണ്ട് റിയാസ് ഖാൻ ഓരോ മുറിയായിട്ട് തുറന്നു നോക്കും. ഈ കേസിലെ ഇമ്പോർട്ടന്റ് എവിഡൻസ് ആണ് ആ വാളുകൾ. ഈ ഫാം ഹൗസിലെ ഓരോ മുറികളും സെർച്ച് ചെയ്യണം. സാർ, 68 മുറിയുള്ള വീടാണിത്. ഇങ്ങനത്തെ മാർ എല്ലാ കൂട്ടത്തിലുണ്ട്. വെള്ളം അടിക്കാൻ ഭയങ്കര ഉത്സാഹം. അന്ന് വാള് വെച്ചിട്ട് കഴുകാതെ സ്കൂട്ടാവും. അവിടെ ഇരിക്കുന്നവർ കഴുകണം. ഒരു പക്ഷേ അലക്ഷ്യമായ വാളുകൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാം. റിയാസ് ഖാൻ ഈ വാൾ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ സുഭദ്രയുടെ പ്രേതം റിയാസ് ഖാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഈ കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് വേറൊരു കേസാണ് അന്വേഷിക്കേണ്ടത്. കേസ് നമ്പർ 10/2001. അതിനുശേഷം റിയാസ് ഖാൻ വീട്ടിൽ പോകുമ്പോൾ സുഭദ്രയുടെ പ്രേതം ടിവിയിൽ ഒരു കേക്കിൽ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം റിയാസ് ഖാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ സുഭദ്രയുടെ പ്രേതം വീണ്ടും വരും. ഇതെല്ലാം കണ്ട് പേടിച്ച് കിളിപോയ റിയാസ് ഖാൻ പോലീസ് ഫോഴ്സിനെ മൊത്തം വിളിച്ചു ചോദിക്കും എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരുത്തം പറയും സാർ മേ ബി ഇത് പ്രേതമായിരിക്കും. വല്ല യക്ഷിയും കണ്ട്. അത് കേട്ട റിയാസ് ഖാൻ പറയും യക്ഷിയോ? പേടിച്ച് മൂത്രം ഒഴിച്ചാലും പുറത്ത് കാണിക്കുന്നു. വാള് വെച്ചത് കണ്ടുപിടിച്ച് കഴി വൃത്തിയാക്കുന്നതിന് റിയാസ് ഖാന്റെ പകുതി കിളിയും പോകും. അതിനുശേഷം പുള്ളി സുഭദ്രയുടെ കേസിലേക്ക് എത്തും. ആ കേസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കേസിൽ കുറെ ആൾക്കാരുണ്ട്. ഈ പേരെല്ലാം കൂടെ കേട്ട് റിയാസ് ഖാന് പകുതി കൺഫ്യൂഷനാവും. ഡിവൈഎസ്പി നന്ദകുമാർ, മിസ്റ്റർ വിൻസെന്റ്, അഡ്വക്കേറ്റ് ജെനി, മിസ്റ്റർ പ്രകാശ്, ചന്ദ്രബാൻ IPS, ഗോവിന്ദൻ നമ്പൂതിരി, ഐശ്വര്യ, താര. ഇൻഫാക്ട് ഇത്രയും പേര് പറഞ്ഞ് റിയാസ് ഖാന് മഹാന്മാരുടെ പേര് വരെ തെറ്റിപ്പോവും. 2 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇൻഫാക്ട് ഈ കൺഫ്യൂഷൻ കൂടി റിയാസ് ഖാൻ റിയൽ ലൈഫിൽ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങി. റിയാസ് ഖാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, പകുതി ഒഴിവെച്ചങ്ങ് മറന്നു. സുഭദ്ര, വയസ്സ് 20, അച്ഛൻ ഗോവിന്ദൻ നമ്പൂതിരി, പട്ടാളത്തിലെ മേജർ,
അമ്മ സേതുലക്ഷ്മി മഹാരാജാസ് കോളേജിലെ മ്യൂസിക് പ്രൊഫസർ. ഇവരുടെ ഏക മകൾ സുഭദ്ര. ഓ, എന്നിട്ട് അനീതിയുടെ കരാളഹസ്തങ്ങൾ. അനീതിയുടെ കരാളഹസ്തങ്ങൾ. എന്നിട്ട് ആ തലക്കെട്ട് മറക്കാൻ കഴിയില്ല. ആ ആ, ആ. റാഗിങ്ങിന്റെ മറവിൽ മാനഭംഗത്തിനിരയായ പെൺകുട്ടിയും അവളുടെ കുടുംബവും അനുഭവിച്ച് കാട്ടുനീതിയെക്കുറിച്ചുള്ള ഒരു ഉഗ്രൻ എഡിറ്റോറിയൽ. എന്നിട്ട് കാട്ടുനീതിയെക്കുറിച്ചുള്ള ഒരു ഉഗ്രൻ എഡിറ്റോറിയൽ. ആ കഴിഞ്ഞോ? ആ പാരഗ്രാഫിന്റെ ബാക്കി ആര് പറയും? പോലെ അപ്പൊ പിന്നീട് ഈ സിനിമയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലസ് അത്ര വിശ്വസ്തനല്ല എന്ന് റിയാസ് ഖാൻ കണ്ടുപിടിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ അറ്റ്ലസ് പാർട്ട് ടൈം മന്ത്രവാദിയാണ്, ഫുൾ ടൈം തെറപ്പിസ്റ്റും പാർട്ട് ടൈം മന്ത്രവാദിയും. ആൻഡ് ഇത് റിയാസ് ഖാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലസ് മന്ത്രവാദികളുടെ ഒരു യോഗം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു TV ഷോയിൽ പോകും. മന്ത്രോപാസനകൾ കൊണ്ട് ദേവനെയോ ദേവിയെയോ പ്രസാദിപ്പിച്ചാണ് ഉപദ്രവകാരികളായ ബാധഭൂതാദികളെ ഉച്ചാടനം ചെയ്യാറുള്ളത്. ലോകത്തിന്റെ മുന്നിൽ പ്രമുഖ സൈക്യാട്രിസ്റ്റ്, രഹസ്യമായി മന്ത്രവാദം. വേ ടു ഗോ അറ്റ്ലസ്. അപ്പൊ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അറ്റ്ലസ് ആണ് സുഭദ്രയുടെ ആത്മാവിനെ എപ്പോഴും ഇങ്ങനെ ഇൻവോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അറ്റ്ലസ് മന്ത്രവാദം ചെയ്യുമ്പോൾ ബീജിയമാണ് വാര് സുന്ദര വേയ സുന്ദ. ആൻഡ് ഇവരെ എല്ലാവരെയും കൊന്നത് ആക്ച്വലി അറ്റ്ലസ് ആയിരുന്നു. അറ്റ്ലസ് ആണ് സുഭദ്രയുടെ ആത്മാവിനെ അറ്റ്ലസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ എല്ലാം വെട്ടിക്കൊന്നത്. അറ്റ്ലസിന്റെ കണ്ണ്. പക്ഷെ ഇതൊന്നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ആക്ച്വലി സിനിമ തീർത്തതിന് ശേഷം ഈ സിനിമയുടെ കമന്റ് സെക്ഷനിൽ കൂടെ പോയി. അപ്പം കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ട്. മുസ്തഫ കമന്റ് ചെയ്തേക്കാണ്, G of wipe the day. To are not inform me today at work now, but I am sure what are the meaning. Ooh, I am not sure how much for your new phone. So in the meaning of life. മുസ്തഫയെ വീണ്ടും കമന്റ് ചെയ്തേക്കാണ്, Tug G gigging the bear in eye. You wanted to make memes. You doing today. You doing up with you. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതെന്തായി കമന്റ്. നമ്മളും ആലോചിച്ചു. ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉള്ളൂ. ഈ കമന്റ് ഇട്ടത് അറ്റ്ലസാ. G of wipe the day. You are not inform me today at work now, but I am sure what are the meaning. Ooh, I am not sure how much for your new phone. ജനകോട്ടികളുടെ വിശ്വാസ. ഓ, ഇതിന്റെ താഴെ ഒരു കമന്റ് കൂടെ ഉണ്ട്. വൈശാഖ് നീലമനാണ്, ഗജനി ഈസ് ബെറ്റർ ദാൻ ദിസ് മൂവി. ബ്രോ, എനി മൂവി ഈസ് ബെറ്റർ ദാൻ ദിസ് മൂവി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന്റെ മെർച്ചൻഡൈസ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റേഴ്സും പിന്നെ കുറച്ച് ടീഷർട്ട്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാനൊരു പോൾ ഇടാം. അപ്പം നിങ്ങൾ അതിൽ യെസ് വോട്ട് ചെയ്യാം. പിന്നെ ഹ്യൂജ് താങ്ക്സ് ടു ആനന്ദ് മഹാദേവൻ ഫോർ ദീസ് അമേസിംഗ് പോസ്റ്റേഴ്സ്. പുള്ളിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ. അപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലസിന്റെ അടുത്ത് താളവും. പിന്നെ അപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നെ ഒപ്പമില്ല. ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് വെള്ളം എടുത്തു തരുമോ? അറ്റ്ലസിനെ പോലെ പിച്ച് തെറ്റുന്നതെന്ന് തോന്നുന്നു.